നല്ല രീതിയിൽ നിന്ന് എൻ്റെ വൈറ്റ് സോസിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇതിങ്ങനെയാക്കി തീർത്തത് വേറെ ആരുമല്ല, ഈ കുഞ്ഞു പുഴുക്കളാണ് കേട്ടോ. ഇവരുടെ 2 ദിവസത്തെ കലാപരിപാടിയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇനിയും ഇവരെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുന്ന അത്ര ശരിയായ നടപടിയല്ല കേട്ടോ. അതുകൊണ്ട് ഇവന്മാരെയെല്ലാം നമ്മുടെ ചെടിയിൽ നിന്ന് തുരത്താൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതുപോലെ നല്ല രീതിയിലൊന്ന് മരുന്നടിച്ച് നല്ല രീതിയിലൊന്ന് കുളിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മരുന്നൊക്കെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് അവിടെ ഇരിക്കാൻ പാടില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്തിരി നല്ല രീതിയിൽ ഹൈ ഡോസിൽ ഞാനും കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ചെടി അല്ലെങ്കിൽ പുഴു, ആ ഒരു രീതിയിലാണ് നമ്മൾ മരുന്ന് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു രീതിയിൽ എൻ്റെ ചെടിയാക്കി തന്ന ഇവന്മാരെ അങ്ങനെ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇവർക്ക് കൊടുത്ത പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മളിവിടെ പുഴുവൊക്കെ വരുമ്പോൾ കൊടുക്കാറുള്ളത്. ഇതുപോലെ കൂടുതലായിട്ട് വരുമ്പോൾ ആണ് കേട്ടോ. ആരും ഇതിനെ എന്തിനാ കൊന്നേ എന്നുള്ള കമൻറ്റ് ചോദിക്കരുത് കേട്ടോ. ആ ചെടിയുടെ അവസ്ഥ നിങ്ങൾ തന്നെ കണ്ടതാണല്ലോ. 2 ml 1 ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇനി എൻ്റെ കയ്യിലുള്ള ബാക്കി കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ കാട്ടിത്തരാം കേട്ടോ. ഇതൊക്കെ നമുക്കിടെ കയ്യിൽ ഒരു പറ്റിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് കേട്ടോ. വീട്ടിൽ കൂടെ കൊണ്ടു തന്നതാണ്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ നിന്ന് വന്നതാണ്, മണ്ണൂത്തിന്ന് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ലേഡി ഇവിടെ കൊണ്ട് തന്നതാണ്. ഇത് ആ കൂടെ ഉള്ളതല്ല കേട്ടോ, ഇത് ഞാനായിട്ട് വാങ്ങിയതാണ്. ലാസ്റ്റ് അവർ കൊണ്ടു തന്നു കഴിഞ്ഞപ്പം ഇതൊന്നും ശരിയല്ല, ഇതെന്താ ബില്ല് തരാത്തേ എന്നുള്ളൊരു മറുപടിയിൽ ഞാൻ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ വായിൽ നിന്ന് കേൾക്കാത്ത ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ അവർ കൊണ്ടു തന്നാണ് കേട്ടോ. ജാതിക്കിടാൻ വേണ്ടി നല്ലതാണ്, ജാതിയുടെ ഇല കൊഴിയാതിരിക്കും എന്നൊക്കെ പറഞ്ഞത്. EM സൊല്യൂഷന്, അഗ്രി ഫുഡ്, ബയോ ഫുഡ്, ഈ ഒരു 4 എണ്ണം, പിന്നെ 2-3 തൈകളും വാങ്ങി കേട്ടോ. ആ തൈകളിലെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവരുടെ ബില്ലൊക്കെ ചോദിച്ചത്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ചെടികൾക്ക് പൂവൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഇത് നല്ലതാണ്. ഇത് നമ്മുടെ NPK ഒക്കെ പോലെ തന്നെ കേട്ടോ. ഇത് റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു റൂട്ടിംഗ് ഹോമാണ്. വാങ്ങിയത് മാത്രമേ ഉള്ളൂ, ഒരു തവണ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അത് അതേപടി ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ NPK 19 സംഭവം കിടുവാണ്. 1 കിലോ വാങ്ങിയതാണ്. ഇനി ഇത്രയും കൂടെ ഉള്ളു കേട്ടോ, ഒരു 2 വർഷത്തെ മേലെ. ഇത് നമ്മുടെ മാണിക്കാണ്. മാണിക്ക് നമ്മുടെ വെള്ളീച്ചയ്ക്ക് സൂപ്പറാണ് കേട്ടോ. ഇത്തിരി സോപ്പ് ലായനിയും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമ്മൾ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് വഴിയായിട്ടോ ഒക്കെ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണുള്ളത്. മിനിമം നമ്മുടെ കയ്യിൽ ഒരു NPKയും അല്ലെങ്കിൽ ഒരു മാനിക്കും എന്തായാലും ചെടികളൊക്കെ വളർത്തുന്ന ഇടയിൽ എന്തായാലും വേണം കേട്ടോ. ഇനി നമ്മൾ ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ ആരും എടുക്കത്തില്ലാത്ത രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കണം കേട്ടോ. ഇത് അവൻ്റെ കൈ പോലും എത്തില്ലാത്തയിടത്താണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം കൊടുത്ത പുഴുവിൻ്റെയൊക്കെ റിസൾട്ട് എന്തായെന്ന് അറിയട്ടെ. എല്ലാവരും 2 എണ്ണം അടിച്ചിട്ട് കിറങ്ങിയിരിക്കുന്ന മട്ടാണ് കേട്ടോ. എല്ലാവരും ഏറെക്കുറെ പകുതി ജീവനിലേ ഉള്ളൂ കേട്ടോ. കുറേ പേരൊക്കെ ചെടിയിലിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതുപോലെ നിലത്തി അടിക്കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ വന്ന വഴിക്ക് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് പൊക്കോളൂ കേട്ടോ. നാളെ കാണാം.